ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നു. പെരുന്നയിലെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് SIT മുരാരിയെ അറസ്റ്റ് ചെയ്തത്. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന H വെങ്കടേഷും ചോദ്യം ചെയ്യലിനെത്തിയിരുന്നു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഈ ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒപ്പം ഇരുത്തിയാണോ ചോദ്യം ചെയ്യൽ? രാവിലെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഒറ്റയ്ക്കായിരുന്നു ചോദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന H വെങ്കടേഷ് കൂടി എത്തി. ആ സമയത്താണ് ഇവരെ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോയത്. എന്തായാലും ഇപ്പോൾ പ്രാഥമിക ചോദ്യം ചെയ്യലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിന് മുന്നോടിയായി തന്നെ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി അല്പസമയത്തിനകം തന്നെ മുരാരി ബാബുവുമായി അന്വേഷണ സംഘം റാന്നി കോടതിയിലേക്ക് തിരിക്കും. അവിടെ എത്തി കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുക്കാനാണ് തീരുമാനം. ഇന്ന് തന്നെ കസ്റ്റഡിയിൽ ലഭിക്കാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകി അന്ന് തന്നെ കസ്റ്റഡിയിൽ കോടതി അനുവദിച്ചിരുന്നു. ഇന്നും അത്തരത്തിൽ കോടതി അനുവദിക്കാൻ തന്നെ സാധ്യതയുണ്ടെന്നുള്ളൊരു കണക്കുകൂട്ടലാണ് അന്വേഷണ സംഘമുള്ളത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. കാരണം നിലവിൽ 9 പേരെയാണ് അന്വേഷണ സംഘം പ്രതി ചേർത്തിരിക്കുന്നത്. 2 കേസുകളിലായിട്ടാണ്. ഇതിൽ ഓരോരുത്തരുടെയും പങ്ക് എത്രത്തോളം വേണ്ടത് സംബന്ധിച്ച വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനനുസരിച്ചായിരിക്കും ഇനി തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യുക. എന്തായാലും പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇയാളെ മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി തന്നെ വിവിധയിടങ്ങളിലെത്തി ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചിരുന്നു. ദേവസ്വം ബോർഡ് ഓഫീസിൽ നിന്ന് ഉൾപ്പെടെ രേഖകൾ പിടിച്ച് അത് പരിശോധിച്ച ശേഷമാണ് ഇത് രാഷ്ട്രം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും മുരാരി ബാബുവിന്റെ ഈ അവകാശവാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് അന്വേഷണ സംഘം. മുരാരി ബാബു പറഞ്ഞിരുന്നത് അത് ഒരു അടിസ്ഥാന ലോകം എന്നത് ചെമ്പാണ് എന്നുള്ളത് കൊണ്ടാണ് താൻ അത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത്. സ്വർണ്ണം പൂശി എന്നുള്ളത് കൊണ്ട് അത് സ്വർണ്ണമെന്ന് രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു വാദമാണ് മുരാരി ബാബു ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ അതിനെല്ലാം പൊളിക്കുന്ന തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അറിയേണ്ടത് മറ്റുള്ള ആളുകൾ എത്രത്തോളം ഇതിൽ പങ്കുണ്ടെന്നുള്ളത് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 9 ഉദ്യോഗസ്ഥരാണ് ഇതിൽ നിലവിൽ പ്രതിയേർപ്പെട്ടിരിക്കുന്നത്. ഓരോരുത്തരുടെയും റോള് കൃത്യമായി അറിയണം. അതിൽ വിശദമായ ചോദ്യം ചെയ്യലിൽ കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനുശേഷമാകും ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോവുകയും ചെയ്യുക.